നെന്മാറയിലേക്കുള്ള വഴിയാണിത്. കംപ്ലീറ്റ് ഓഫ് റോഡാണ്. ബൈക്കിലൊക്കെ പോകണേ നല്ല കൺട്രോൾ വേണം വണ്ടിക്ക്, ഇല്ലെങ്കിൽ മറിഞ്ഞടിച്ച് വീഴും. വീണ് കഴിഞ്ഞാൽ കയ്യിലെ കാലയിലെ എല്ലാം തൊലി പോകും. ഇടയ്ക്കിടയ്ക്ക് കുറച്ച് റോഡ് കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്, അത് കാരണം വലിയ സൗകര്യം. നല്ല കാറ്റുമുണ്ട്, നല്ല റിസ്ക്കാണ് വഴി. ഇവിടുന്ന് അങ്ങോട്ട് വണ്ടി കയറില്ല, 2 വീലർ കയറില്ല, 4 വീലർ തന്നെ വേണം. അപ്പം നമ്മൾ ഇവിടുന്ന് നടന്നു പോകണം. ഇപ്പം കാറ്റിൻ്റെ സൗണ്ട് കേട്ടോ, ഭയങ്കര സൗണ്ടാണ്, ഭയങ്കര പൂഴിയാണ് കാറ്റ്. ഭയങ്കര പൂഴിയാണ്. ഇവിടെ പണിയെടുപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. ഒരാമയുടെ ഷേപ്പിലുള്ള എന്തോ ഒരു സംഭവം ചെയ്യുകയാണ്. പണി തീർന്നിട്ടില്ല. നേരെ സംഭവമാണ്. ആമയുടെ ഷേപ്പിലുള്ള കുറേ കാര്യങ്ങൾ.
ആ കാണുന്നതൊക്കെ കാറ്റാടി ആണ്, വിൻഡ് മില്ലാണ്. നമ്മളവിടെ പോയിരുന്നു. ഇവിടെല്ലാം കോട്ടേജുകളാണ്, ടൂറിസ്റ്റുകൾക്ക് താമസിക്കാനുള്ള കോട്ടേജൊക്കെ പണിത് വരുന്നേ ഉള്ളൂ, ഡെവലപ്പായി വരുന്നതേ ഉള്ളൂ. വിൻഡ് മില്ലിൻ്റെ അപാര സ്കോപ്പുള്ള ഒരു ഏരിയയാണിത്. നല്ല കാറ്റാണ്, നല്ല കാറ്റാണ്. തമിഴ്നാട്ടിൽ നിന്നുള്ള കാറ്റ് മൊത്തം നമ്മുടെ കേരളത്തിലേക്കാണ് വരുന്നത്. കുറച്ചുകൂടെ നടക്കാം. കേരള സർക്കാരിൻ്റെ ഇക്കോ ആനപ്പാറ. ടിക്കറ്റ് ഉണ്ടോ? നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്, നല്ല അടിപൊളി ആയിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാം ഡെവലപ്പായി വരുന്നതേ ഉള്ളൂ. ഇതൊരു വാച്ച് ടവറാണ്. അത് ഉദ്ഘാടനം ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നു. അവിടേക്കൊന്നും പോകാൻ പറ്റുന്നില്ല, ആരും കയറി കണ്ടില്ല. ടൂറിസ്റ്റുകളൊക്കെ ഇഷ്ടം പോലെ വന്നിട്ടുണ്ട്. നല്ല ഒരു ക്വാർട്ടേഴ്സാണ്, നല്ല കാറ്റും നല്ല സ്ഥലമാണ്. ഇത് വയർലെസ്സിൻ്റെ എന്തോ കാറ്റിൻ്റെയോ വയർലെസ്സിൻ്റെ എന്തോ സിഗ്നൽ ജനറേറ്ററാണ്. അതുപോലെ തന്നെ ഇവിടുന്ന് ഇരിക്കാനും നല്ല സൗകര്യമുണ്ട്. അതുപോലെ ഇതൊരു വ്യൂ പോയിൻ്റാണ്. ഇവിടെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നല്ലവണ്ണം വീഡിയോ കവറേജ് കിട്ടും. ഡിസംബറിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കര മഞ്ഞായിരിക്കും, നമുക്കൊന്നും കാണാൻ പറ്റില്ല. ആണ് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതെല്ലാം താഴെയുള്ള ആൾക്കാർ താമസിക്കുന്ന സ്ഥലങ്ങളാണ്. ആണ് ഉണ്ടോ അങ്ങ് മലയിൽ വിൻഡ് മില്ലിൻ്റെ ഒരു വൻ കാറ്റാടി പാടം തന്നെയുണ്ട്. കാറ്റാടി പാടം എന്നാണ് അതാണ് അറിയപ്പെടുന്നത്. ഇതാണ് ആമപ്പാറ. ആമയുടെ ഷേപ്പ് ഉള്ളതുകൊണ്ടായിരിക്കും ഇതിനെ ആമപ്പാറ എന്ന് വിളിക്കുന്നത്. ഇതിനുള്ളിലോട്ടൊക്കെ ഇറങ്ങാൻ കഴിയും, ഉള്ളിലോട്ടൊക്കെ ഇറങ്ങി അതിനുള്ളിൽ കൂടെ ഒക്കെ കയറാൻ കഴിയും. ആമപ്പാറ ഇവിടെ ഒരു കടയൊക്കെ ഉണ്ട്. എന്തെങ്കിലും വെള്ളം കുടിക്കാനും എല്ലാം സൗകര്യമുണ്ട്. എല്ലാ സാധനങ്ങളും അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ കിട്ടും. ഈ ചെറിയ കടയാണ്. എല്ലാം ആമപ്പാറ കഫേ സെൻ്റർ. ആമപ്പാറയുടെ അടിയിലേക്ക് നമ്മൾ ഇറങ്ങാൻ പോവുകയാണ്.
ഇതിലൊരു വഴിയുണ്ട് ഇടയ്ക്കൂടെ അങ്ങോട്ട് കടക്കാനായിട്ട്. സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഒരു സ്റ്റീലിൻ്റെ ഹാൻഡ് റെയിൽ ചെയ്തിട്ടുണ്ട്, അത് നന്നായി. ഇതിനുള്ളിലൂടെ കടന്ന് കുറേ വരുന്നുണ്ട് അവിടെ മേലെ ഇതിലിങ്ങനെ ഇവിടെ വരെ വരാൻ കഴിയും. ഇതൊരു വലിയ വ്യൂ പോയിൻ്റാണ്. രാമപ്പാറയുടെ തുമ്പാണ്. കണ്ടോ അതിനുള്ളിലേക്ക് അങ്ങനെ അതിനുള്ളിലൊക്കെ ആൾക്കാർക്ക് ഇരിക്കാനും ഒക്കെ ഇതിലിങ്ങനെ കടന്നു പോകാനും ഒക്കെ പറ്റും. എന്താ അത് കേരളത്തിന്റെ കാലാവസ്ഥക്ക് അനുസരിച്ച് ഭയങ്കര ഹീറ്റ് ആവുന്നുണ്ട്. നീ ആ കല ഇരിക്കടാ, ആ കല ഇരിക്കടാ, നീ താഴെ ഇരിക്കണ, ആ കല ഇരിക്കണം. നീ താഴെ ഇറങ്ങണം. ഇതാണ് സോളാർ പാടം. അങ്ങ് ദൂരെ കാണുന്നതാണ് സോളാർ പാടം. അതിനപ്പുറത്ത് തമിഴ്നാടാണ്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കുറവനെയും കുറത്തിയൊക്കെ കാണാം. കുറത്തിമല കാണാം. മഴമഴയ്ക്ക് വേഴാമ്പലിൻ്റെ ദൃശ്യങ്ങൾ വളരെ ഇതായിട്ട് കാണാം. ഈ ഓഫ് റോഡാണ് സർവീസ് മൊത്തം. ഇതുപോലെ ഓഫ് റോഡ് സർവീസാണ്. ദിവസം 150ഓളം ഓഫ് റോഡ് സർവീസിൻ്റെ വണ്ടികൾ വരും. അതുപോലെ ടൂറിസ്റ്റ് വരുന്ന ഒരു പ്ലേസാണ്. കാണാൻ മിസ് ചെയ്യുന്നത് നല്ലൊരു സ്ഥലമാണ്. ഇനിയിപ്പോൾ നമുക്ക് ഇറങ്ങിപ്പോകേണ്ട വഴികളാണ് ഇതൊക്കെ. 2 വീലറാണ്. ബൈക്കിൽ പോകുമ്പോൾ ഇറങ്ങിപ്പോകുമ്പോൾ ഭയങ്കര റിസ്ക്കാണ്. കണ്ടോ ജീപ്പൊക്കെ അങ്ങ് പോകുന്നുണ്ടോ, ഇതിലെ വേണം ഇറങ്ങി പോകാനായിട്ട്.